ഹായ് ഫ്രണ്ട്സ്, ലോഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ ഇപ്പോഴത്തെ BNSSന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പൊ എന്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ ഇപ്പോഴത്തെ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് നമുക്ക് നോക്കാം. അതായത് പണ്ട് കാലത്ത് തന്നെ നമ്മുടെ ആൻഷ്യൻ പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനുസ്മൃതിയും കൗടില്യന്റെ അർത്ഥശാസ്ത്രമൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ പണിഷ്മെന്റുകൾ തീരുമാനിച്ചിരുന്നതും നമ്മൾ ഓരോ കാര്യങ്ങളും നടപ്പാക്കിയിരുന്നത് ഈ മനുസ്മൃതിയുടെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമുക്കൊരു കോഡായിട്ട് നമ്മുടെ CPC, IPC, CRPC എന്നൊക്കെ തുടങ്ങിയ കോഡുകളായിട്ട് നമ്മുടെ ലോസിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് പോലീസ്, കോർട്ട്, മജിസ്ട്രേറ്റ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഓരോ പ്രൊവിഷൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് CRPCയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSSന്റെ ഒരു എവല്യൂഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് CRPC അഥവാ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുസ്മൃതിന്നും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിനൊക്കെയാണ് നമ്മൾ ആൻഷ്യന്റ് ആയിട്ടുള്ള പണിഷ്മെന്റുകളും അതുപോലെ തന്നെ ക്രൈംസിനുള്ള ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മളൊരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോട് കൂടിയിട്ട് അവർ കുറെ നിയമങ്ങൾ കോഡിഫൈ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് IPC, CRPC, CPC എന്നൊക്കെ തുടങ്ങിയ പുതിയ പുതിയ ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നത് ബ്രിട്ടീഷ് പീരീഡിലായിരുന്നു. ഇനി ബ്രിട്ടീഷ് പീരീഡിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് നമ്മുടെ പഴയ CRPC 1973 CRPC ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ CRPCനെയാണ് പിന്നീട് നമ്മളിപ്പോ 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായിട്ട് മാറ്റിയത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ റെവല്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 3 പീരീഡ് ആയിട്ടാണ്. ഇനി എന്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് ഫെയർ ട്രയൽ നടത്തുക എന്നുള്ളതാണ്. അതായത് ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വരികയാണെങ്കിൽ അതിന് ഫെയർ ട്രയൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ട്രയൽ ഫെയർ ആയിട്ട് നടക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സ്പീഡി ജസ്റ്റിസ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് സ്പീഡി ജസ്റ്റിസ് വരുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് യൂണിഫോമിറ്റി ആൻഡ് ക്ലാരിറ്റി ആണ്. അതായത് നമുക്കിപ്പോ ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടതിന് ഇന്ന പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയിൽ തന്നെ ആയിരിക്കും നമ്മളത് ചെയ്യുക. എല്ലാ അറസ്റ്റിനും നമ്മൾ അതേ കാര്യം തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോമിറ്റിയും ക്ലാരിറ്റി അവിടെ ഉണ്ടാവും. അത് അറസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, എവിഡൻസ് സ്വീകരിക്കുന്നതിനും ബെയിലിനും ട്രയലിനും ഒക്കെ കൃത്യമായ പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് പ്രൊട്ടക്റ്റ് റൈറ്റ് ആണ്. അത് അക്യൂസ്ഡിന്റെ ആയിക്കോട്ടെ വിക്ടിമിന്റെ ആയിക്കോട്ടെ രണ്ടുപേരുടെ റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വുമൺ അക്യൂസ്ഡ് ആണെന്ന് വിചാരിക്കും. നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ലേഡി പോലീസ് ഓഫീസർ കൂടെ പോകും. അത് അവരുടെ ഒരു റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അക്യൂസ്ഡിന്റെ ആയിക്കോട്ടെ വിക്ടിമിന്റെ ആയിക്കോട്ടെ റൈറ്റ്സ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. പിന്നീട് വരുന്നത് പണിഷ്മെന്റ് ആൻഡ് ഡിറ്ററൻസ് ആണ്. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ കൃത്യമായിട്ട് പണിഷ്മെന്റും അതിന്റെ ഡിറ്ററൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് സോഷ്യൽ കൺട്രോൾ ആണ്. അതായത് സൊസൈറ്റിക്ക് ഹാംഫുൾ ആവാത്ത രീതിയിലുള്ള ഒരു മെക്കാനിസം ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈറാർക്കി ഓഫ് ക്രിമിനൽ കോർട്ട് ആണ്. അതിനു മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. അപ്പൊ എന്താണ് ഹൈറാർക്കി ഓഫ് ക്രിമിനൽ കോർട്ട്? ഹൈറാർക്കി ഓഫ് ക്രിമിനൽ കോർട്ടിനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ കോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് സുപ്രീം കോർട്ടിനെയാണ്. അതായത് സുപ്രീം കോർട്ടാണ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സുപ്രീം കോർട്ടിന്റെ താഴെ വരുന്നത് ഹൈക്കോർട്ടാണ്. അതായത് ഒരു സ്റ്റേറ്റിലെ ജൂറിസ്ട്രിക്ഷൻ മുഴുവൻ ഹൈക്കോർട്ടിനാണ് വരുന്നത്. സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോർട്ടായിട്ട് വരുന്നത് സെഷൻ കോർട്ടാണ്. അതായത് സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് കൺസിഡർ ചെയ്യുന്നത് സെഷൻ കോർട്ടിലാണ്. അതായത് മർഡർ, റോബറി പോലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത് സെഷൻ കോർട്ടിലാണ്. ഹൈക്കോർട്ടിന്റെ സബോർഡിനേറ്റ് ആയിട്ടാണ് സെഷൻ കോർട്ട് പ്രവർത്തിക്കുന്നത്. പിന്നീട് വരുന്ന കോർട്ട് മജിസ്ട്രേറ്റ് കോർട്ടാണ്. മജിസ്ട്രേറ്റ് കോർട്ട് തന്നെ 2 തരത്തിലുണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉണ്ട്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മജിസ്ട്രേറ്റ്സിന്റെ സെയിം പവർ ആയിരിക്കും. അതായത് ഡിസ്ട്രിക്ട് സെഷൻ കോർട്ടിലുള്ള മജിസ്ട്രേറ്റിന്റെ സെയിം പവർ ആയിരിക്കും അവിടുത്തെ ജഡ്ജിന് ഉണ്ടാവുക. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെത്ത് സെന്റൻസോ ലൈഫ് ഇംപ്രിസൺമെന്റോ ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് സെഷൻ കോർട്ടിലുള്ള ജഡ്ജും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി അതിന്റെ താഴെ വരുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടാണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് തന്നെ 2 തരത്തിലുണ്ട്.
ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉണ്ട്. ഇനി അടുത്ത വരുന്ന ക്രിമിനൽ കോർട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇവരൊക്കെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഹൈറാർക്കിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് സുപ്രീം കോർട്ടാണ്, രണ്ടാമത്തത് ഹൈക്കോർട്ട്, മൂന്നാമത്തത് ക്രിമിനൽ കോർട്ടാണ്. അതായത് ഹൈക്കോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് 3 ഡിവിഷൻ വരുന്നത്. ഇത് സിവിൽ കോർട്ട് ഉണ്ട്, ക്രിമിനൽ കോർട്ട് ഉണ്ട്, റവന്യൂ കോർട്ട് ഉണ്ട്. അതിൽ നമ്മൾ ക്രിമിനൽ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് സെക്ഷൻ കോർട്ടാണ്, പിന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടാണ്, പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെ 2 ഉണ്ട് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്. അപ്പൊ ഇതാണ് ക്രിമിനൽ കോർട്ടിന്റെ ഹൈറാർക്കി ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.